ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? ഇന്നില്ല ഞാൻ ഒരു 3 റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പക്ഷേ ഒരേ മസാലയിൽ ഉണ്ടാക്കിയതാണ്. അതിന് ഞാൻ 3 ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനില്ലേ കടലപ്പരിപ്പും ബട്ടാണിയും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ 5 മുട്ട പുഴുങ്ങിയതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലയായിട്ട് ഞാൻ ഗ്രേറ്റഡ് പൊട്ടാറ്റോ, 2 ഉള്ളി, ഒരു 3-4 എരിവിന് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാനിലേക്കില്ലേ ഒരു തവി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ബട്ടാണിയില്ലേ അത് നല്ലോണം കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കുതിർത്തിട്ട് വെച്ചതാണ്, വേവിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതാണ്. ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് ഈ പച്ച കളർ മാറിയിട്ടില്ല, ഒരു ചെറുതായിട്ടൊരു വെള്ള കളറാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്കില്ല കട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റഡ് പൊട്ടാറ്റോ, ഇതിൽ ഒരു പൊട്ടാറ്റോ ഇട്ടിട്ടുള്ളൂ. പിന്നെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം സ്ലൈസ് ആയിട്ടൊന്നും കട്ടാക്കണ്ട, ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നിങ്ങൾ എരിവിന് ആവശ്യത്തിനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മസാലയ്ക്ക് നിങ്ങൾ ഇത്ര വട്ടാണി കടലപ്പരിപ്പൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഞാൻ മട്ടൻ മസാലയാണ് കേട്ടോ ചേർത്തത്. അത് നല്ല മണമാവുമ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തത്. പിന്നെ ഇല്ലേ ഇതൊരു 5-6 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക, തീ ഹൈയിൽ വെച്ചിട്ട് തന്നെ. എന്നിട്ടൊരു പരന്ന പ്ലേറ്റിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. തീ ഓഫാക്കിയിട്ട് ഞാനിപ്പോൾ ഇത് കട്ടിങ് ട്രേയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു പരന്ന പ്ലേറ്റിൽ ഇട്ട് കൊടുത്തത്. അപ്പം ഞാൻ ആദ്യം കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ഇതിന് വെള്ളം ഒട്ടും ഒഴിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ അരച്ചെടുത്തത്. എന്നിട്ട് അതേ മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ ബട്ടാണിയുടെ മിക്സി കൂട്ടില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. ഇത് ബട്ടാണിയുടെ കൂട്ടിൽ അത് നല്ല മൈ പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ, നല്ല നൈസായിട്ട് തന്നെ, എന്നാലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാനില്ലേ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് വെച്ചതുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മല്ലിയിലയും കൂടി കട്ടാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്കാക്കിയിട്ട് ഉപ്പ് മതിയായിട്ടില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവും മതിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇതെല്ലാം അരച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബ്രെഡ് ക്രംസോ മൈദ കോട്ടിങ്ങോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഓയിലിട്ടാൽ ഓയിൽ പിരിഞ്ഞു പോകുന്നില്ല. നല്ല കട്ടിക്ക് തന്നെ ഇതൊരു ഷേപ്പിൽ നിങ്ങൾക്ക് നിന്ന് കിട്ടും കേട്ടോ. നല്ല രസമാണ്. ഇതൊരു കട്ട്ലേറ്റ് ടൈപ്പാണ് അല്ലെങ്കിൽ ചട്ടമ്പടി ടൈപ്പാണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. പിന്നെ ഞാൻ ഈ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ഇതേ മസാലയിലാണ് ഞാൻ ഫില്ലിംഗ് ആക്കാൻ പോകുന്നത്. വേവിച്ചിട്ട് വെച്ച മുട്ടയില്ലേ അത് ഞാനിത് ഇങ്ങനെ 2ആയിട്ട് കട്ടാക്കിയിട്ട് ഇതേ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലുള്ള ആ മസാല എടുത്തിട്ടില്ലേ മുട്ടയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും നല്ല ടൈറ്റായിട്ട് തന്നെ നിന്ന് കിട്ടിക്കോളും കേട്ടോ. പക്ഷേ ഈ മുട്ടയില്ലേ ഇതിന് ഞാൻ കടലമാവിൽ മുക്കിയിട്ടാട്ടോ ഫ്രൈ ആക്കാൻ പോകുന്നത്. ഇതെല്ലാം ഒന്ന് ഡീപ്പ് ഫ്രൈ ആണ് ആക്കേണ്ടത്, ഷാലോ ഫ്രൈ ആക്കി ഒന്നും ശരിയാവില്ല കേട്ടോ. കാരണം ഇതൊന്നും വെന്തിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല, എല്ലാം ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് എല്ലാം ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്ന് കുക്കായിട്ട് ഇട്ടണം കേട്ടോ. പിന്നെ ഇത് മുട്ടയിലേക്കുള്ള ഒരു കടലമാവിൻ്റെ ഒരു മിക്സിംഗ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഒരു കടലമാവ് എടുത്തിട്ടില്ലേ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിക്കായിട്ടുള്ളൊരു നല്ല ഒരു ബാറ്റർ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വേണം കേട്ടോ, എന്നാലേ മുട്ടയിലിത് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നല്ലൊരു തിക്കായിട്ട് തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ആദ്യത്തെ ഒരു കൂട്ടം എനിക്ക് കുക്കാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രൈ ആക്കിയിട്ട്. ഇത് രണ്ടാമത് ഞാൻ ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് ഇങ്ങനെ ഓയിൽ ചെറുതായിട്ട് നുരയൊക്കെ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇട്ടപ്പോൾ തന്നെ കാണാൻ പറ്റും, ഒന്നും ഇങ്ങനെ പിരിഞ്ഞ് പോയിട്ടില്ല കേട്ടോ മസാല ഒന്നും. ഇനി നിങ്ങൾ അത് ഒരു മീഡിയമിൽ തീ വെച്ച് കൊടുത്താൽ മതി. നല്ലോണം കുറച്ചിട്ടും വേണ്ട, നല്ലോണം ഹൈയിലും വേണ്ട കേട്ടോ. മീഡിയമിൽ വെച്ചിട്ട് ഒരു ചെറുതായിട്ടുള്ളൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ തന്നെ മാറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് കളറാക്കി കൊടുക്കേണ്ട, കാരണം ചട്ടമ്പടി പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. അപ്പോൾ കടലപ്പരിപ്പ് അധികം അരിഞ്ഞിട്ടില്ല, ബട്ടാണിയുടെ കൂട്ടാണെങ്കിൽ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇത് കോരി മാറ്റാം.
ഇത് കഴിഞ്ഞിട്ടില്ലേ മുട്ടയുടെ കൂട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് ഫ്രൈ ആക്കുന്നത് കാണിച്ചു തരാം. മുട്ട എന്തായാലും ഓയിലിൽ ഇട്ടാലില്ലേ നല്ലോണം പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് ഓയിലിങ്ങനെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ടയുടെ മസാലയില്ലേ അതിലൊന്നും കയ്യിൽ തന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ. ഒരു സ്പൂണ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നല്ലോണം കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഈ മസാലയിൽ അത് ഓയിലിൻ്റെ അടിഭാഗത്താവണം, മുട്ട മേൽഭാഗത്താവണം. എന്നാലേ ആ മസാല കുക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ പൊട്ടില്ല, ഓയിലിട്ടപ്പോൾ പൊട്ടത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കാല് മുട്ട ഫ്രൈ ആക്കുമ്പോൾ എന്തെങ്കിലും ഓയിൽ നല്ലോണം പൊട്ടി പൊട്ടി ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടിപ്സ് പറഞ്ഞത് ഞാൻ. ഇങ്ങനെ മുട്ട അടിഭാഗത്ത് മസാല ആക്കി കൊടുത്തിട്ട് ഒരു മീഡിയം വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. എന്നിട്ടില്ല ഇങ്ങനെ മുട്ട മറിച്ചിട്ടിട്ട് 1 മിനിറ്റ് തീ ഹൈയിൽ വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ അത് പൊട്ടാനുള്ള സമയം നമുക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനത്തെ 2 വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനിയില്ലേ ഈ മുട്ടയുടെ ഞാൻ ഫില്ലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് മസാല ബാക്കിയായില്ലേ കടലമാവ്, അതിലേക്ക് ഞാൻ ഒരു ഉള്ളി കട്ടാക്കിയിട്ട് ഉള്ളി ബജയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പെടുത്തിയിട്ടില്ല, കാരണം ആ മാവ് ബാക്കിയായതുകൊണ്ട് അതിലേക്ക് ഞാൻ ഉള്ളി കട്ടാക്കിയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉള്ളി ബജ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതെൻ്റെ 3 വിഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരേ മസാലയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക, ലൈക്കാക്കുക, ഷെയർ ആക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.